കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് 2026. പ്രളയകാലത്ത് ഡാമുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് AI സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സംസ്ഥാനമാകുന്നത് കേരളമാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. ഒന്നൊരു ആപ്ലിക്കേഷനാണ് ധർമ്മ, ഡാം ഹെൽത്ത് ആൻഡ് റീഹാബിലിറ്റേഷൻ മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ. അടുത്തത് ഡാം ചാറ്റ്, ഡാം സുരക്ഷയ്ക്കുള്ള സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു AI സംവിധാനമാണിത്. 2026 ഓഗസ്റ്റ് പ്രകാരം RBIയുടെ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 5.25%. ആർത്തവ വിരാമ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി അവരെ സജ്ജമാക്കാൻ കർണാടക ഗവൺമെന്റ് ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് ഋതു താരെ. എന്ത് പദ്ധതിയാണ്? ഋതു താരെ. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ നടിയും മുൻ MP-യുമായ രമ്യയാണ്. അടുത്തത് VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ള കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. ആദിവാസി കോളനികൾക്ക് LDF സർക്കാർ നൽകിയ പേരായിട്ടുള്ള ഉന്നതി എന്ന പേര് മാറ്റി പുതുതായി നൽകിയ പേര് ഏതാണ്? ഊര് എന്നതാണ് കേട്ടോ. ഉന്നതി മാറ്റി ഊര് എന്ന പേരാക്കിയിട്ടുണ്ട്. ആദിവാസികളുടെ തനത് സംസ്കാരം, ഭാഷ, ആചാരം തുടങ്ങിയവ പഠിപ്പിക്കാൻ ട്രൈബൽ സർവകലാശാല തുടങ്ങുന്നത് വയനാടാണ്. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി KA തുളസി. ലോക അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയത് ആശിഷ് യാദവാണ്. WHO പബ്ലിക് ഹെൽത്ത് ചാമ്പ്യൻ പുരസ്കാരം നേടിയത് ഡോക്ടർ സുരേഷ് കുമാറാണ്. ഇദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ സ്ഥാപക ഡയറക്ടർ കൂടെയാണ്. 2026 നീതി ആയോഗ് സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ സംസ്ഥാനം പഞ്ചാബാണ്. ബ്രിക്സിന്റെ ഇന്ത്യ ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസ് 2026 വേദി ന്യൂഡൽഹി.